ഒന്നാമത്തെ അലോട്ട്മെന്റിൽ ഇഷ്ടപ്പെട്ട സ്കൂളല്ല ലഭിച്ചത്. ഞാൻ അഡ്മിഷൻ എടുക്കേണ്ടതുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ ലഭിച്ചിട്ടില്ല, സോ ഞാൻ ഇപ്പോൾ കിട്ടിയ സ്കൂളിലേക്ക് പോവേണ്ടതുണ്ടോ? സർ, ഭയങ്കര സങ്കടത്തിലാണ്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, നിങ്ങൾ ഈ അലോട്ട്മെന്റിന് വേണ്ടി അപ്ലൈ ചെയ്ത ഒരു 15 സ്കൂൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ 15-ലെ ഒരു 10ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയത്. എന്നിട്ട് നിങ്ങൾ എന്നോട് പറയാണ്, സാർ എനിക്ക് 10ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, എനിക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളാണ് ലഭിച്ചത് എന്ന് പറയുമ്പോൾ ആരാ ഈ 10ാമത്തെ സ്കൂൾ അവിടെ കൊണ്ടുപോയി കൊടുത്തത്? ഞാനാണോ? നിങ്ങളാണോ? ഗവൺമെൻറ് ആണോ? നിങ്ങളാണത് ചെയ്തത്. സോ ഗവൺമെൻറ്റിനോട് നിങ്ങൾ പറഞ്ഞു ഈ 10ാമത്തെ സ്കൂളിലും കിട്ടിയാൽ ഞാൻ പോകാൻ റെഡിയാണ് എന്ന്. അതുകൊണ്ട് ഗവൺമെൻറ് നോക്കുന്ന സമയത്ത്, ഗവൺമെൻറ് സിസ്റ്റം നോക്കുന്ന സമയത്ത് ആ കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ റാങ്കിനനുസരിച്ച് കൃത്യമായിട്ട് സീറ്റ് വരുന്നത് ആ 10ാമത്തെ സ്കൂളിലെ ആ 10ാമത്തെ കോഴ്സിനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ കിട്ടിയത്. ഓക്കെ, ഇനി കിട്ടി സാർ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാർ, അന്ന് എല്ലാം കൂടി കൊടുത്തതാണ്, അക്ഷയയിലെ ചേച്ചി അങ്ങനെ പറഞ്ഞു, അല്ലെ എന്നെ പഠിപ്പിച്ച സാർ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത്, കുറേ കൊടുത്താൽ എവിടെയെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു, കുറച്ച് കൊടുത്താൽ എവിടെയും കിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നും അറിയാത്തത് കൊണ്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ചെയ്തു പോയ കോപ്രായങ്ങളിലൂടെ ഇപ്പം ചെന്നെത്തിയത് ഇഷ്ടപ്പെടാത്തൊരു സ്കൂളിലെ ഇഷ്ടപ്പെടാത്തൊരു കോഴ്സിന്. പേടിക്കേണ്ട ചെറുപ്പക്കാരാ, നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നാമത്തെ അലോട്ട്മെന്റിൽ എവിടെയാണോ കിട്ടിയത് അവിടെ ചെന്നിട്ട് താൽക്കാലികമായിട്ട് അഡ്മിഷൻ എടുക്കണം. എപ്പോ? ബിഫോർ ജൂൺ 7 at 5 PM 5 മണിക്കുള്ളിൽ നിങ്ങളത് ചെയ്തിരിക്കണം. ജൂൺ 7-ാം തീയതി 5 മണിയുടെ മുന്നേ നിങ്ങൾക്ക് ലഭിച്ച സ്കൂളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അഡ്മിഷൻ എടുക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സ്കൂളിൽ ഇന്ന ദിവസം ഇന്ന സമയത്ത് എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അലോട്ട്മെൻറ്റിൻ്റെ സ്ലിപ്പിൽ തന്നെ ഒരു ടൈം ഉണ്ടായേക്കാം. ആ ടൈം നിങ്ങൾ നോട്ട് ചെയ്യട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സ്കൂളിൽ നിന്ന് സ്കൂളുകാർ ഈ സമയത്ത് വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചേക്കാം. എന്തായാലും ജൂൺ 7-ാം തീയതി വൈകുന്നേരം 5 മണിയുടെ മുന്നേ ആയിട്ട് നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ചെന്നിട്ട് അഡ്മിഷൻ എടുക്കണം. അതായത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യണം? നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അവിടെ ഏൽപ്പിക്കുക. എന്നിട്ടോ ഫീസ് അടയ്ക്കരുത്. ഫീസ് അടിച്ചാൽ സ്ഥിര പ്രവേശനമായി, പെർമനൻ്റായി. അവിടെ ഇരിക്കുന്ന സാറ് പറയും, ഫീസ് അടിച്ചൂടെ, ഇവിടെ പഠിച്ചൂടെ, ഇവിടെ പഠിക്കാലേ, എന്നാൽ നമുക്ക് ഫീസ് അടിക്കലേ എന്നൊക്കെ പറയും. നിങ്ങളെ വശീകരിക്കാൻ നോക്കിയേക്കാം. പക്ഷേ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫീസ് അടയ്ക്കാതെ വെറും താൽക്കാലിക അഡ്മിഷൻ മാത്രമായി തിരിച്ചു പോരുക. എന്നിട്ടോ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. റെഡിയാണല്ലോ? സോ ഇപ്പം നിലവിൽ ഇഷ്ടപ്പെടാത്ത സ്കൂളിൽ കിട്ടിയവരാണെങ്കിലും കിട്ടിയ സ്കൂളിൽ എന്ത് ചെയ്യണം? താൽക്കാലികമായി ടെമ്പററി അഡ്മിഷൻ എടുത്തിരിക്കണം. അതിന് സാർ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നുണ്ടോ? നിർബന്ധമായിട്ടും താൽക്കാലികമാണെങ്കിലും സ്ഥിരമാണെങ്കിലും നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കണം. ഏതൊക്കെ രേഖകളാണ് ഞാൻ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നേരത്തെ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ രേഖകൾ കൊണ്ടുപോയി കൊടുക്കുക. തിരിച്ചു വരിക. സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ജൂൺ 12-ാം തീയതി വരെ വെയിറ്റ് ചെയ്യുക. വീണ്ടും കാണാം. ഇറ്റ്സ് മീ എമ സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.